തൃശൂർ എടത്തുരുത്തി ചൂലൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു. തൊഴുത്തുംപറമ്പിൽ സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്ത വാഴകളാണ് വൈദ്യുത ലൈനിൽ മുട്ടി എന്ന പേരിൽ വെട്ടിനശിപ്പിച്ചത്. ടച്ചിംഗ് വെട്ടാനെത്തിയ വലപ്പാട് KSEB സെക്ഷനിലെ കരാർ ജോലിക്കാരാണ് വാഴകൾ നശിപ്പിച്ചത്. അതേസമയം ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ സമാനമായ രീതിയിൽ ഒരു വാഴത്തോട്ടം ഒന്നാകെ വെട്ടി നശിപ്പിച്ച് നമ്മൾ എറണാകുളം ജില്ലയിൽ കണ്ടതാണ്. ഇതിപ്പോൾ എത്ര നേന്ത്രവാഴകൾ ഇങ്ങനെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടതാണ് ഈ കർഷകരുടെ അധ്വാനത്തിന് ഒരു വിലയും കൊടുക്കാതെ തന്നെ ഈ KSEB ജീവനക്കാർ ഈ വാഴ വെട്ടി നിർത്തുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലും കാണാൻ കഴിയുന്നത്. 10 വർഷമായി ഈ ലൈനിലൂടെ വൈദ്യുതി പ്രവഹിക്കാത്ത ലൈനിന് കീഴിലുള്ള വാഴകളാണ് ഇപ്പോൾ ഈ കരാർ ജീവനക്കാരൻ KSEBയുടെ കരാർ ജീവനക്കാർ തന്നെ വെട്ടി നിർത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർ പറയുന്നത് ഈ വീടിനകത്തേക്ക്, ചുറ്റുമതിലുള്ള വീടാണ്, ആ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഈ വാഴകൾ വെട്ടി നിർത്തിയത്. ആ സമയത്ത് ഇവരോടൊരു വാക്കുപോലും ചോദിച്ചില്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പ്രധാന പരാതി. അതുകൊണ്ട് തന്നെ വൈദ്യുത മന്ത്രിക്കും കൃഷിമന്ത്രിക്കുമെല്ലാം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിലവിൽ ഈ കർഷകർ. എന്തായാലും ചൂലൂരിലാണ് സംഭവം നടക്കുന്നത്. സുഹൃത്തുക്കൾ, അതായത് 2 വർഷമായി കാട് കയറി കിടന്ന മേഖലയാണ്. അവിടെയാണ് 2 സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ഈ 10 മാസം മുമ്പ് വാഴകൃഷി ആരംഭിക്കുന്നത്. തുടർന്ന് ഈ വാഴകൾ ഈ കൊല വെട്ടാറായി നിൽക്കുന്ന സമയത്താണ് എന്തായാലും ഈ KSEB ജീവനക്കാരുടെ നേതൃത്വത്തിൽ എത്തി ഇവിടെ വെട്ടി നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് കർഷകർ ഉയർത്തുന്നത്. സംഭവത്തിൽ എന്തായാലും കൃഷിമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകാനാണ് ഇവരുടെ നീക്കം. ഉന്മേഷ്, ശരി, ഏതായാലും അവർ പരാതി നൽകിയിട്ടുണ്ട്. എന്ത് നടപടി ഉണ്ടാകും ഈ വിഷയത്തിൽ എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാം.